CPM-നെ വീണ്ടും വെട്ടിലാക്കി EP ജയരാജൻ. ഇത് രണ്ടാം തവണയാണ് തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ EP പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ദിവസം BJP ദേശീയ നേതാവ് പ്രകാശ് ജാവദേക്കറുമായുള്ള EP ജയരാജന്റെ കൂടിക്കാഴ്ചയായിരുന്നു വിവാദമെങ്കിൽ ഇത്തവണ EP-യുടെ ആത്മകഥയാണ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നത്. CPM-നെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ള ആത്മകഥയിലെ ചില ഭാഗങ്ങൾ പുറത്തുവന്നതോടെ പെയ്ഡ് ന്യൂസ് എന്ന് വിമർശിച്ച് ആരോപണം തള്ളുകയാണ് EP. രണ്ടാം പിണറായി സർക്കാർ ദുർബലമാണെന്ന് കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നതിനൊപ്പം പാലക്കാട്ടെ ഇടതു സ്ഥാനാർത്ഥി സരിൻ പാർട്ടിക്ക് വയ്യാവേലിയാകുമെന്നും കട്ടൻ ചായയും പരിപ്പ് വടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്ന തന്റെ ആത്മകഥയിൽ EP വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ പുറത്തു വന്നിരിക്കുന്ന ഈ വിവരങ്ങൾ തെറ്റാണെന്നും ബോധപൂർവം ഉണ്ടാക്കിയ കഥയാണെന്നും പറഞ്ഞ് വിവാദത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമമാണ് EP ഇപ്പോൾ നടത്തുന്നത്. അത് മാത്രമല്ല, പുസ്തകം പ്രസിദ്ധീകരിച്ച DC ബുക്സിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറയുന്നു. കുറച്ചു കാലങ്ങളായി പാർട്ടി തന്നോട് കാണിക്കുന്ന അവഗണനയിൽ EP-ക്ക് കടുത്ത അതൃപ്തിയുണ്ട്. തന്നെ മനസ്സിലാക്കാതെയാണ് LDF കൺവീനർ സ്ഥാനത്ത് നിന്നും മാറ്റിയതെന്ന പരാതിയും അദ്ദേഹത്തിനുണ്ട്. തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ വാർത്ത പുറത്തു വന്നതിൽ വലിയ അസ്വസ്ഥത പാർട്ടിയിലുണ്ടെങ്കിലും തൽക്കാലം വിവാദങ്ങളെ തടയിടാനുള്ള EP-യുടെ ശ്രമത്തിൽ കൂടെ നിന്ന് മുഖം രക്ഷിക്കാനാണ് പാർട്ടിയും ശ്രമിക്കുന്നത്. CPM-നെതിരെ മാധ്യമങ്ങൾ ഗൂഢാലോചന നടത്തുന്നുവെന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററുടെ പ്രതികരണവും തെളിയിക്കുന്നത് അത് തന്നെയാണ്. പുസ്തകം വിവാദമാക്കിയതിന് പിന്നിൽ DC ബുക്സിന്റെ ബിസിനസ് താല്പര്യമെന്ന് EP പറയുമ്പോൾ നേരത്തെ നിശ്ചയിച്ചിരുന്ന പുസ്തക പ്രകാശനം നീട്ടിവെച്ചതായി അറിയിച്ച് DC ബുക്സും തൽക്കാലം വിവാദത്തിൽ നിന്നും തടിയൂരി. വിഷയം പ്രതിപക്ഷം കൂടി ഏറ്റെടുത്തതോടെ CPM-ലെ പ്രതിസന്ധി രൂക്ഷമാവുകയാണ്. ദേശീയ അന്തർദേശീയ വാർത്തകൾ, ഗൾഫ് വാർത്തകൾ, എക്സ്പ്ലെയിനർ ഇനി നിങ്ങളിലേക്ക്. ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് ഗൾഫ് ചന്ദ്രിക.